Hi friends, എല്ലാവർക്കും റിനൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സേമിയ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിയോ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാണാൻ നല്ല ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സലാഡാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി, എന്നാൽ നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുത്ത് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രൗൺ കളറായി കിട്ടിയാൽ പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ സ്റ്റൗവിൽ മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് 4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാല് ഏകദേശം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി മധുരം അത്യാവശ്യം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം പാൽ നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊരു 10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് സേമിയ ഈ പാലിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് അതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത കസ്റ്റാർഡിൻ്റെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. കസ്റ്റാർഡ് ചേർത്ത് കൊടുത്ത് കുറേ സമയം വെച്ച് കുറുക്കിയെടുക്കണ്ട. ഇത് ചൂടാറി തുടങ്ങുമ്പോഴേന് അത്യാവശ്യം കുറുകിയിട്ടാവും ഇരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. സേമിയ കസ്റ്റാർഡ് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള 2 ടീസ്പൂൺ കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സർവത്തൊക്കെ കലക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കസ്കസ് അത് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച സേമിയ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിശ്രിതം കുറച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഏത് ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് മാങ്ങ, നേന്ത്രപ്പഴം, ആപ്പിള്, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സേമിയൻ്റെ ആ ഒരു കൂട്ട് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം കട്ട് ചെയ്തതും പിസ്ത കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കൊണ്ടുള്ള ഫ്രൂട്ട് സലാഡ് റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.